ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു നൗൺ എന്താണെന്നും അതിൻ്റെ 6 ടൈപ്പിനെ പറ്റിയും നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗണിൻ്റെ ജെൻഡറാണ്. കാരണം നൗണിൻ്റെ ജെൻഡർ എത്ര തരം ജെൻഡറുണ്ട്, അത് ഏതൊക്കെയാണെന്നും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ജെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ സ്ത്രീലിംഗും പുല്ലിംഗുമാണ്. അത് ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമുക്കത് 4 തരമാണുള്ളത്. ആ ജെൻഡർ 4 ടൈപ്പാണുള്ളത്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒട്ടും ലേറ്റാക്കാതെ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നൗൺ ജെൻഡറാണ്. ഓക്കെ, അപ്പോൾ നൗൺ ജെൻഡർ വന്നിട്ട് 4 തരമുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മെയിൽ മസ്കുലൈൻ ജെൻഡർ എന്ന് വെച്ചാൽ a noun that denotes a male is said to be of the masculine gender എന്ന് വെച്ചാൽ ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത് മെയിൽ എന്ന് പറയുന്ന ഒരു ഇതിനെയാണ്. ഇപ്പോൾ നമ്മൾ ആരൊക്കെയാണ് നമ്മൾ മെയിൽ എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ മസ്കുലൈൻ ജെൻഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോയ്, മാൻ, ഹീറോ, കിങ്, സൺ, ബ്രദർ, ഹസ്ബൻഡ്, ബുൾ. ഇതിനെയൊക്കെയാണ് നമ്മൾ മെയിൽ കാറ്റഗറിയിൽ വരുന്ന ഇതിനെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ പേരിൽ പറയുന്നത്, മെയിൽ എന്ന പേരിൽ പറയുന്നത്. ഇപ്പോൾ ബോയ് ആണെങ്കിലും അതൊരു മെയിലാണല്ലോ. പിന്നെ മാൻ മെയിലാണല്ലോ. ഹീറോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആരെയാണ് പറയുക, സ്വാഭാവികമായിട്ടും മെയിലിനെയാണ് പറയുക നമ്മൾ ഹീറോ എന്ന്. പിന്നെ കിങ് അവരെയല്ല ഉദ്ദേശിക്കില്ല. പിന്നെ സൺ എന്ന് വെച്ചാൽ മെയിൽ, ബ്രദറും അത് തന്നെയാണ് മെയിൽ. പിന്നെ ഹസ്ബൻഡും മെയിലാണ്. പിന്നെ ബുള്ളിന് നമ്മൾ മെയിലാണ് പറയുന്നത്. ഇത്രയും കാറ്റഗറിയാണ് വരുന്ന മെയിൽ. അതിനെയാണ് നമ്മൾ മസ്കുലൈൻ ജെൻഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം ഫെമിനൈൻ ജെൻഡർ എന്ന് വെച്ചാൽ ഫീമെയിലിനെയാണ് സൂചിപ്പിക്കുന്നത്. നൗൺ ദാറ്റ് ആർ ഡൊണേറ്റ് എ ഫീമെയിൽ ആർ സെഡ് ടു ബി ഓഫ് ദ ഫെമിനൈൻ ജെൻഡർ എന്നൊക്കെ ഇത് സൂചിപ്പിക്കുന്നത് ഫെമിനൈനാണ്. അതായത് ഫീമെയിൽ കാറ്റഗറിയിൽ വരുന്ന ഇതിനെയാണ് നമ്മൾ ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വന്നിട്ട് ഗേള്, ഡോട്ടർ, മദർ, വൈഫ്, ക്വീൻ, സിസ്റ്റർ, നീസ്, കൗ എന്ന് വെച്ചാൽ ഗേൾ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഗേൾ സൂചിപ്പിക്കും എന്നുവെച്ചാൽ പെണ്ണ്, ഡോട്ടർ എന്ന് വെച്ചാൽ പെണ്ണ്, മദർ, വൈഫ്, ക്വീൻ ഭാര്യ, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല. ക്വീൻ എന്ന് വെച്ചാൽ കിങ്, ക്വീൻ എന്നൊക്കെ പറയത്തില്ല അത്. പിന്നെ സിസ്റ്റർ സഹോദരി. പിന്നെ നീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ അമ്മാവിൻ്റെയോ അല്ലെങ്കിൽ അപ്പച്ചിയുടെയോ മക്കളിനെയൊക്കെയാണ് നമ്മൾ നീസ് എന്ന് പറയുക. പിന്നെ കൗ എന്ന് വെച്ചാൽ പശു. ഇതിനെയൊക്കെയാണ് നമ്മൾ നീസ് എന്ന് പറയുക. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് കോമൺ ജെൻഡർ എന്ന് വെച്ചാൽ നൗൺ ദാറ്റ് ആർ ദ നെയിംസ് ഓഫ് ഐദർ മെയിൽ ഓർ ഫീമെയിൽ ആർ സെഡ് ടു ബി ഓഫ് ദി കോമൺ ജെൻഡർ എന്ന് വെച്ചാൽ മെയിലോ ഫീമെയിലോ വന്നിട്ട് അത് കോമൺ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫീമെയിലിൻ്റെയും മെയിലിനെയും പറയുന്ന ഒരു പേരുണ്ടാവും, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേരുണ്ടാവും. അതിനെയാണ് നമ്മൾ കോമൺ ജെൻഡർ എന്ന് പറയുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചൈൽഡ് എന്ന് വെച്ചാൽ അതിൽ മെയിൽ വരും ഫീമെയിൽ വരും. അപ്പോൾ നമ്മൾ ചൈൽഡ് എന്നേ പറയത്തുള്ളൂ. പിന്നെ എനിമിയിലായാലും മെയിലും കാണും ഫീമെയിലും കാണും. പിന്നെ നെയ്ബർ അതിലും ഉണ്ട്. പിന്നെ പേരൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ അച്ഛനും അമ്മയും 2 പേരും ഉണ്ടല്ലോ. പിന്നെ ഫ്രണ്ട് ആണെങ്കിൽ ആൺ സുഹൃത്തും കാണും, പെൺ സുഹൃത്തും കാണും. പിന്നെ സ്റ്റുഡൻസിലും ആണും പെണ്ണും ഉണ്ടാവും. ടീച്ചറിലും കാണും മെയിലും ഫീമെയിലും. പിന്നെ കസിൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ആണും കാണും പെണ്ണും കാണും. 2 പേര് നമ്മൾ കസിൻ എന്നാണ് പറയുക. മൊത്തത്തിൽ നമ്മൾ കസിൻ എന്നാണ് പറയുക. ഇതാണ് സൂചിപ്പിക്കുന്നത് കോമൺ ജെൻഡർ. അടുത്തതായി ന്യൂട്രൽ ജെൻഡർ. തിങ്സ് ദാറ്റ് ഹാസ് നോ ലൈഫ് ഈസ് ഇൻ ദി ന്യൂട്രൽ ജെൻഡർ എന്ന് വെച്ചാൽ ഈ വസ്തുവിന് ജീവനില്ലാത്തതിനെയാണ് നമ്മൾ ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ടേബിൾ, റൂം, സ്കൂൾ, ബുക്ക്, പെൻ, ട്രീ, റെയിൻ, സ്റ്റോൺ എക്സെട്ര. ഇപ്പോൾ ടേബിളിനൊക്കെ ജീവനുണ്ട് ഇല്ലല്ലോ. ടേബിൾ, റൂം, ഒരു മുറി, അതിനൊക്കെ നമ്മൾ. പിന്നെ സ്കൂള്, പിന്നെ ബുക്ക് പുസ്തകം, പെന്ന് പേന, ട്രീ എന്ന് വെച്ചാൽ മരം, പിന്നെ റെയിൻ മഴ, സ്റ്റോൺ എക്സെട്ര. സ്റ്റോൺ ആണെങ്കിലും പലതരം സ്റ്റോൺസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ വലിയത് ചെറുത് മൊത്തത്തിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത് സ്റ്റോൺ എന്നാണ്. അപ്പം ആ സ്റ്റോണിന് ഒരു ലൈഫില്ല. അതിനെയൊക്കെയാണ് നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള ജെൻഡർ എന്ന് പറയുന്നത്. അതും ഒരു ജെൻഡറാണ്. ഓക്കെ, ജീവനില്ലാത്തതിനെയാണ് നമ്മൾ ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ 4 ജെൻഡറും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ
ഞാൻ ഇതിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് പറയാം. അതായത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ, പ്ലീസ് ഐഡൻറ്റിഫൈ ദ നൗൺ ജെൻഡർ. ഇപ്പോൾ ഇതിൽ വന്നിട്ട് നൗൺ ജെൻഡർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ എ പെൻസിൽ, ബി ഫാദർ, സി സിബ്ലിംഗ്, ഡി വുമൻ, ഇങ്ങനെ 4 ഇതാണ് തന്നിട്ടുള്ളത്, ഇതാണ് തന്നിട്ടുള്ളത്, വേർഡ്സാണ് തന്നിട്ടുള്ളത്. സോ ഇതിൽ ഏത് ജെൻഡറാണ് വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ സൈഡിൽ ആ ജെൻഡർ എഴുതുക, ബീൻ്റെ സൈഡിൽ ഈ ജെൻഡർ എഴുതുക, സി ഡി അങ്ങനെ. ഇത് പെൻസിൽ വരുന്നത് ഏത് ജെൻഡറിലാണോ ആ ജെൻഡറിൻ്റെ പേര് എഴുതുക. പിന്നെ ഫാദർ വരുന്ന ഏത് ജെൻഡറിലാണോ അതങ്ങനെ. അതുപോലെയാണ് ഈ രണ്ടും മൊത്തം ഇങ്ങനെയാണ് എഴുതിയിട്ട് നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടാൽ മതി. ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത നൗണിൻ്റെ ക്ലാസ്സിൽ ഞാൻ തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നൗണിൻ്റെ ക്ലാസ് വന്നിട്ട് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലാസ് നൗണിൻ്റെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് 2ാമത്തെ ക്ലാസ്സാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, ഇനി 3 ക്ലാസ്സും കൂടി ഉണ്ടാവും. കാരണം ഇത് ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. സോ അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ നൗണിൽ ഞാൻ പറഞ്ഞതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം എന്താ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നൗണിൻ്റെ ക്ലാസ് എടുത്തതിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ് നൗൺ ടൈപ്പ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വന്നിട്ട് പ്ലീസ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് നൗൺ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കമല, വില്ലേജ്, സൊസൈറ്റി, ക്ലാസ് റൂം, ബിലീഫ്. ഈ 5 ഞാൻ ചോദിച്ചിട്ടുള്ളത്. കമല വന്നിട്ട് വരുന്നത് പ്രോപ്പർ നൗണിൻ്റെ ഇതിലാണ് വരുന്നത്. പിന്നെ വില്ലേജ് വന്നിട്ട് കോമൺ നൗണും, പിന്നെ സൊസൈറ്റി കളക്റ്റീവ് നൗണും, പിന്നെ ക്ലാസ് റൂം വന്നിട്ട് കോമ്പൗണ്ട് നൗണും, ബിലീഫ് അബ്സ്ട്രാക്റ്റ് നൗണും. ഓക്കെ, ഇതിങ്ങനെ 4 നൗണിലായിട്ടാണ് വരുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. സോ ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞി ബെലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.